നമുക്ക് ഒരു പുതിയ അങ്കിളിനെ പരിചയപ്പെട്ടു. ഷേഖന്റെ ഇത് പേര് പറ. ദിനേശ്. സ്മാർട്ട് ബോയ്. മോള് പറ. ദീപു. ഓ നൈസ്. ഊണ് റെഡി. പ്ലീസ് കം. ഇരിക്ക്. കേട്ടോ ടോണി, എന്റെ ഭാര്യ ഗീതയെ പോലെ ഇത്ര ഗംഭീരമായി കുക്ക് ചെയ്യുന്ന ഒരാളെ കഴിച്ചു നോക്ക്. കളിയാക്കണ്ട മോനേട്ടാ, ഇതൊന്നും അത്ര കാര്യാക്കണ്ട കേട്ടോ. പുള്ളിയുടെ ഒരു ഹാബിറ്റാ ഇത്. ലക്ഷ്മിക്കുട്ടി എന്തി? ലക്ഷ്മി, ലക്ഷ്മി. ആ നമ്മുടെ മിസ്സിന്റെ വന്നല്ലോ. എന്താ നിൽക്കുന്നത്? ഇരിക്കേ. ഇതാണ് എന്റെ പെങ്ങൾ ലക്ഷ്മിക്കുട്ടി. ലക്ഷ്മി, എടി ലക്ഷ്മി, ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്ക്. പെണ്ണിന്റെ കാര്യം. എടി എടി എടി, എനിക്കാ വെള്ളം. ആ പാവം ടോണി വെള്ളം കൊടുക്കുക. എങ്ങോട്ട് പോയി? ഇമ്രാൻഖാനെ ഓർത്തിരിക്കായിരുന്നു. എന്ത് പറ്റി ടോണി? മോഹൻ സാറിന് അറിയില്ല ഇതുപോലൊരു കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന്. എന്റെ സ്വപ്നമായിരുന്നു, എന്റെ അംബീഷനായിരുന്നു. ഏയ് ടോണി, എഴുന്നേൽക്ക്. സമയം എന്തേ? 6:30. പിന്നെ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഞാൻ പറയട്ടെ. ഏതോ ഒരു താഴ്വാരത്തിൽ കൂടി ടെസ്സി ഞാനും ഇങ്ങനെ പോകുന്നു. ചുറ്റിനും പച്ച നിറങ്ങളേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് ഞാൻ പുറകെ നോക്കുമ്പോ നമ്മളെ രണ്ടാളെ നോക്കിച്ചിരിക്കുന്ന 5 കുട്ടികൾ. 5 കുട്ടികളോ? എല്ലാ ആൺകുട്ടികളാ? 3 ആണും 2 പെണ്ണും. അവരാരെ നോക്കിയാ ചിരിച്ചേ? എന്നെയോ അതോ ടോണിയോ? നമ്മളെ 2 ആളെ. കൊള്ളാം. അതേന്നേ. ആ, എന്നിട്ട്? അത്രേ കണ്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ കണ്ണൂർന്നു. ടോണിക്ക് ഇഷ്ടാണോ അത്രയും കുട്ടികള്? അത്രയും കുട്ടികളുണ്ടെങ്കിൽ എന്തോ ഒച്ചയായിരിക്കും വീട്ടില്. എനിക്കിഷ്ടാണ്. ഓർഫനേജിൽ എപ്പോഴും ഒച്ചയും ബഹളവും ഒക്കെ ആയിരുന്നു. ജെസിക്കോ? എനിക്കും ഇഷ്ടാ. നേരം പോണം, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. ഇരിക്കുന്നേ, ഇപ്പൊ എങ്ങും പോണ്ട. ഈ ടോണിക്ക് എന്തു പറ്റിയെന്ന്? എന്തോ നീ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ? അതങ്ങനെയാ. ഞാൻ പോട്ടെ.
ദിവസം പോലും നിന്നില്ല എൻ്റെ സ്വപ്നം. എല്ലാം തകർന്നു. എൻ്റെ മനസ്സ് എപ്പോഴും വെമ്പൽ കൊള്ളുകയാണ് ടെസ്സിയുടെ അടുത്തേക്ക് ചെന്ന് പറ്റാൻ. ഓരോ ദിവസവും ഞാനതിൽ ശ്രമിക്കുന്നു. ഒടുവിൽ പരാജയപ്പെടുന്നു. യു നോ വൈ? ഈ ജോലി വലിച്ചെറിയാൻ എനിക്കാവുന്നില്ല സർ. കാരണം എന്നെപ്പോലെ തന്നെ എൻ്റെ ടെസ്സിയും ഈ ജോലി അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ടോണി. ആശ്വാസവാക്കുകൾ പറയാൻ ആർക്കും എളുപ്പമാണ്. എല്ലാം വിധിയല്ലേ, എന്ത് ചെയ്യാൻ കഴിയും? സഹിക്കല്ലാതെ. ഐ ആം സോറി സർ. ഈ വീട്ടിൽ വന്ന് ഇങ്ങനൊരു പ്ലസന്റ് ഫാമിലിയെ കണ്ടപ്പോൾ ഞാൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി. ക്ഷമിക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ് ടോണി. അയ്യോ, ഇപ്പോഴാണോ എണീക്കുന്നേ? എന്നിങ്ങനെ താമസിച്ചാണ് എണീക്കുന്നേ? ഞാൻ രാവിലെ നേരത്തെ എഴുന്നേക്കും കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി എന്തെങ്കിലും വീട്ടിൽ മറന്നു വെച്ചോ? ഇല്ലല്ലോ. അതെ, ഒന്നും മറന്നു വെച്ചില്ലേ? ഈ ഗ്ലാസ് ഇന്നലെ അവിടെ മറന്നിട്ടേച്ച് പോന്നതല്ലേ? ആരും ശ്രദ്ധിച്ചില്ല. പക്ഷെ എനിക്കറിയായിരുന്നു ഇത് ടോണിയുടെ ആണെന്ന്. അയ്യോ ചേടാ, ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചപ്പോ ഈ പോലീസുകാരെല്ലാം എങ്ങനാ പെരുമാറാൻ അറിയത്തില്ല. ഒരു റൊമാൻറ്റിക് ടച്ച് ഇല്ലാത്ത കൂട്ടര്. ഈയടാ, ഞാൻ വിചാരിച്ചു. ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയത് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുമാതിരി വല്ലാതെ. ഇപ്പൊ ആളെങ്ങനെയുണ്ട്? ഈസ് അണ്ടർ കൺട്രോൾ? സർ, നല്ലൊരു ഫ്രണ്ടിനെ ആയിരുന്നു ടോണിക്ക് ആവശ്യം. ആദ്യമൊക്കെ എനിക്ക് ഒരു ഈർച്ച തോന്നിയെങ്കിലും. എന്നിട്ട് ബാറിൽ പിന്നെയും പ്രശ്നം ഉണ്ടാക്കില്ലേ? ഒരാളെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ? നോ 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 നോ, യു ആർ തറലി മിസ്റ്റേക്കൺ സർ. അയാൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു, അല്ലാതെ. ഐ സി. എന്നിട്ട് ആ മനുഷ്യന്റെ കണ്ടീഷൻ എന്തായി? ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു സർ. 2 ദിവസം കൂടെ കഴിഞ്ഞ് ഇൻട്രോഗേഷൻ നടക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഹീസ് അണ്ടർ സെഡേഷൻ. അയാളുടെ ബിലോങ്ങിങ്സ് നോക്കിയോ? അത് ഞാൻ ഓഫീസിലെത്തിക്കാൻ സിയോട് പറഞ്ഞിട്ടുണ്ട്.